ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ആത്മീയ യാത്ര നാം തുടർന്ന് ഇപ്പോൾ 5-ാം സദനത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം തുടരുകയാണ്. ഈ 5-ാം സദനം എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഈ 5-ാം സദനം എന്ന് പറയുന്നത് ഒരു പരിപൂർണമായ ഐക്യത്തിൻ്റെ സദനമാണ്. 4-ാം സദനത്തിൽ ഭാഗികമായ ഐക്യമായിരുന്നു, എന്നാൽ 5-ാം സദനത്തിലേക്ക് വരുമ്പോഴത്തേക്കും പരിപൂർണമായുള്ള ഐക്യമാണ്. ഇവിടെ ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത പൂർണ്ണമാണ്, എന്നേക്കുമാണ്. ഈ സ്ഥാനത്തിലെത്തിയ ഒരു ആത്മാവ് പിന്നെ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. പരിപൂർണമായിട്ടും ദൈവത്തിങ്കിലേക്ക് തൻ്റെ ആത്മീയ ശക്തികളെല്ലാം ആ ദൈവത്തിങ്കിലേക്ക് മാത്രം, ഈശോയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. നമുക്ക് നമ്മുടെ ശാരീരികമായുള്ള ശക്തിയുണ്ട്, മാനസിക ശക്തിയുണ്ട്, ആത്മീയ ശക്തിയുണ്ട്. അതെല്ലാം ദൈവത്തെ സ്വന്തമാക്കുവാനും ദൈവത്തോടൊന്നായി തീരുവാനായിട്ട് അങ്ങ് ചേർക്കുന്നു. നാം ഇത് കണ്ടതാണ്. ഈ സദനത്തിൽ ആത്മീയ ശക്തികളുടെ ആന്തരിക ശക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായിട്ടും ബാഹ്യമായുള്ള എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഒരു മരണം അല്ലെങ്കിൽ ഉറക്കമാണ് സംഭവിക്കുന്നത്. സ്ലീപ്പ് ഓഫ് പൊട്ടൻസി അല്ലെങ്കിൽ ഡെത്ത് ഓഫ് പൊട്ടൻസി എന്നൊക്കെ ഇതിനെ പറയും. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ആന്തരിക ഇന്ദ്രിയങ്ങൾ, ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആത്മാവിലേക്ക് ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമുക്ക് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലല്ലോ, അതിലൊന്നും ഈ ഇന്ദ്രിയങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല, എല്ലാം പ്രവർത്തന രഹിതമാണ്. ഇനി ഈ അനുഭവം 5-ാം സദനത്തിലെ ഈ പരിപൂർണ ഐക്യത്തിൻ്റെ അനുഭവം പകർന്നു തരുവാനായിട്ട് അമദ്രേസ്യ പല വിധത്തിലും പല രൂപകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രൂപകമാണ് പട്ടുനൂൽ പുഴുവിൻ്റെ രൂപകം. അമദ്രേസ്യ പറയുന്നു, ഈ പട്ടുനൂൽ പുഴുവിനെ അമദ്രേസ്യ കണ്ടിട്ടില്ല, അതെന്താണെന്ന് അമദ്രേസ്യയ്ക്ക് അറിയില്ല. പക്ഷേ എവിടെന്നോ കിട്ടിയ അറിവ് വെച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് അമദ്രേസ്യ പറഞ്ഞു തരികയാണ്. അതായത് എന്താണ് ഈ പട്ടുനൂൽ പുഴു ചെയ്യുന്നത്? പട്ടുനൂൽ പുഴു മൾബറിയുടെ ഇല തിന്ന് അങ്ങനെ അത് കൊഴുത്ത് അതെല്ലാം തിന്ന് വയറെല്ലാം നിറഞ്ഞു കഴിയുമ്പോൾ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ നിരത്തി അതിൽ പട്ടുനൂൽ പുഴു കൊണ്ട് അങ്ങനെ ഒരു കൂടുണ്ടാക്കി ആ കൂട്ടിൽ അത് വസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് 20-21 ദിവസം അതിൻ്റെ ഉള്ളിൽ വസിച്ചതിന് ശേഷം ആ പുഴു അവിടെ അന്തരിക്കുന്നു, ആ പുഴു അവിടെ മരിക്കുന്നു. ആ പുഴു മരിച്ച് പുറത്തു വരുമ്പോൾ എന്താണ്? മനോഹരമായൊരു ചിത്രശലഭം. അതായത് ആ പുഴു, പട്ടുനൂൽ പുഴു എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു വികൃതമായിട്ടുള്ളതാണെന്ന് നോക്കണം. ആ വിരൂപമായിട്ടുള്ള പട്ടുനൂൽ പുഴു ആ 21 ദിവസം കഴിഞ്ഞ് ആ പുഴു അന്തരിച്ച് പുറത്തു വരുന്ന ചിത്രശലഭം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നമ്മുടെ നയനങ്ങൾക്കെല്ലാം ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന നയന മനോഹരമായിട്ടുള്ള ഒന്നാണ് ചിത്രശലഭം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐക്യ പ്രാർത്ഥനയിലൂടെയും ഒരു വ്യക്തി അതിലൂടെ കടന്നു വരുമ്പോഴത്തേക്കും ഇതുപോലെ ആ ആത്മാവ് വളരെ മനോഹരമായിരിക്കും. ഒരു പാപത്തിൻ്റെതായിട്ടുള്ള കറകൾ ലവലേശം പോലും ഇല്ലാതെ യാതൊരു പാപവുമില്ലാത്ത മനോഹരമായൊരു ആത്മാവായിട്ട് തീരും. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പെസഹ രഹസ്യമാണ്. പെസഹ രഹസ്യത്തിലൂടെയാണ് അമദ്രേസ്യ പഠിപ്പിക്കുന്ന ഈ രൂപകം എന്ന് പറയുന്നത്. വളരെ പെസഹ രഹസ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് നമുക്കറിയാം, പെസഹ രഹസ്യം എന്ന് പറയുന്നത് ഈശോയുടെ സഹനവും മരണവും ഉത്ഥാനവുമാണ്. നമുക്ക് രക്ഷ നേടി നൽകുവാനായിട്ട്, മാനവകുലത്തെ രക്ഷിക്കുവാനായിട്ട് ഈശോ സഹിക്കുന്നു, മരിക്കുന്നു, ഉത്ഥാനം ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെ അമദ്രേസ്യ പഠിപ്പിക്കുന്നത്. അതായത് കുരിശിൽ മരിച്ചാൽ മാത്രമേ ഉത്ഥാനമുള്ളൂ. അതുപോലെ ഒരു പട്ടുനൂൽ പുഴു മരിച്ച് കഴിയുമ്പോൾ മനോഹരമായിട്ടുള്ള ചിത്രശലഭം വരുന്നു. നമ്മളും യേശുവിൽ മരിച്ച് ഈ ഐക്യപ്രാർത്ഥനയിലൂടെ, 5-ാം സദനത്തിലെ ഐക്യപ്രാർത്ഥനയിലൂടെ പരിപൂർണമായിട്ടും അത് നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു ആത്മാവായിട്ട് അത് രൂപാന്തരപ്പെടുകയാണ്. വീണ്ടും അമദ്രേസ്യ പറയുന്നുണ്ട്, ഇത് ലഭിക്കുവാനായിട്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്നും ചെയ്തതായിട്ട് ഓർമ്മിക്കുന്നില്ല. 4-ാം സദനം വരെ ഞാൻ ചെയ്ത ആ പുണ്യങ്ങളും ആ പ്രാർത്ഥനയെല്ലാം തുടരുക മാത്രമേ ചെയ്തുള്ളൂ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരുപക്ഷെ ഇത്ര വലിയ ഈ അനുഭവത്തിലേക്കൊന്നും കടന്നു വരാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
നമ്മൾ ഈ 4-ാം സദനം വരെ എടുത്ത ആ പുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച്, ആ പ്രാർത്ഥനകൾ, അത് നിർവിഘ്നം തുടരുക. അങ്ങനെ അത് നിർവിഘ്നം തുടരുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തമ്പുരാൻ ഇത് നൽകിയെന്നിരിക്കും. ഇത് വളരെ മനോഹരമാണ്. അതായത് ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത പരിപൂർണമായിരിക്കണം, എന്നേക്കുമായിരിക്കണം. അങ്ങനെയുള്ളൊരു ആത്മാവിന് തീർച്ചയായിട്ടും ദൈവം ഇത് നൽകാതിരിക്കുകയല്ല. നമ്മുടെ ആ പ്രതിബദ്ധത, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അവിടെ വിട്ടുവീഴ്ചയില്ലാതെ പരിപൂർണമായിട്ട് എന്നേക്കുമായിട്ട് ദൈവത്തിന് നമ്മൾ സ്വയം സമർപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതൊക്കെ ഒരു ദാനമാണ്. ദാനം എന്ന് പറയുന്നത് ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ കൊടുക്കുന്നു. ഒരു ദാനമാണ്. ഒരുപക്ഷെ നമുക്കിത് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കാം. എന്താണ് ചെയ്യേണ്ടത്? ഒരു ലഘുപാപം പോലും ചെയ്ത് കർത്താവിനെ ഉപദ്രവിക്കില്ല. സാധിക്കുന്ന രീതിയിലെല്ലാം അവിടുത്തെ നമ്മൾ സന്തോഷിപ്പിക്കുകയും പ്രീതിപ്പെടുത്തും. അതുപോലെ പുണ്യങ്ങൾ പ്രീതിപ്പെടുത്തും. ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ വലിയ ദാനം നമുക്ക് അവിടെ നിന്ന് നൽകും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.